കേരളത്തിൽ ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറപ്പിക്കുക എന്ന നിലയിൽ തൃശ്ശൂരിൽ പ്രകടമായി പാർട്ടിക്കെതിരായി ഇ.ഡിയും ഐ.ടിയും ഒക്കെ യാതൊരു മറയുമില്ലാതെ ഇടപെടുന്ന നിലയാണ് ഉണ്ടായത്. അവിടെ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന നിലയുണ്ടായി. പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരവധി പ്രാവശ്യം കേരളത്തിലെത്തുകയും തൃശ്ശൂരെത്തുകയും കള്ളപ്രചരണങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് തന്നെ വഹിക്കുകയും ചെയ്തു. സ്വാഭാവികമായി ഇവർ അവതരിപ്പിച്ച കള്ള പരാതികൾ, പ്രചരണങ്ങൾ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളത് സത്യമാണ്. LDFിൻ്റെ വിജയം തടയുന്നതിന് വേണ്ടി ബി.ജെ.പിയുമായി പോലും കൂട്ടുകെട്ടുണ്ടാക്കുന്നതിനൊരു മടിയും UDF കാണിച്ചിട്ടില്ല. അതിൻ്റെ വളരെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വടകര നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ വോട്ടുകൾ UDFന് നൽകണമെന്ന ധാരണ പരസ്യമായി തന്നെ അതിൻ്റെ പ്രവർത്തകർ പറയുന്ന സ്ഥിതിയിൽ എത്തുകയുണ്ടായി. ഷാഫി പറമ്പിൽ വിജയിച്ചാൽ പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ സഹായിക്കാമെന്ന വാഗ്ദാനവും സ്ഥാനാർത്ഥിയിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന ഉറപ്പുകൂടി വന്നപ്പോൾ അതിന് കുറേയും കൂടി സ്ഥിരീകരണം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. വർഗീയ പ്രചരണത്തിലും ഈ മണ്ഡലം ശക്തിയായി അശ്ലീല പ്രചാരവേല ഉൾപ്പെടെ നടത്തുന്നതിലും എന്ന് പറഞ്ഞാൽ സാധാരണ രാഷ്ട്രീയ പ്രചരണത്തിന് പകരം വ്യക്തിഗതമായി അധിക്ഷേപിക്കുക, തുറന്ന രീതിയിലുള്ള അശ്ലീല പ്രചരണങ്ങൾ സംഘടിപ്പിക്കുക, ഇങ്ങനെയെല്ലാം ധ്രുവീകരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം ഇവിടെ നടക്കുകയുണ്ടായി. എന്നാൽ ഇതിനെയെല്ലാം ജനങ്ങൾ ഫലപ്രദമായി തള്ളിക്കളയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.